ഹായ്, ഇന്നത്തെ വീഡിയോ നമ്മൾ മൈസൂരിലേക്കൊരു ട്രിപ്പ് പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ബസ്സെല്ലാം വന്നു. വൈകുന്നേരത്തോടു കൂടിയിട്ട് നമ്മൾ മൈസൂരിലേക്ക് യാത്രയാകുന്നു. അപ്പോൾ ഒരു 19-20 ആൾക്കാർ 21 ആൾക്കാരാണ് മൈസൂരിലേക്ക് യാത്ര പോയത്. അടിപൊളിയായിരുന്നു. നല്ല അടിപൊളി രസം കാഴ്ചകളായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, അവിടുത്തെ മൈസൂരിലെ ബിൽഡിങ്ങുകളുടെ ഒരു സൂപ്പറല്ലേ. പൂക്കളും മരങ്ങളും കണ്ണിന് നല്ലൊരു കാഴ്ചയാണ്. അപ്പോൾ അവിടെ നിന്ന് നേരെ ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മൾ ഒരു ഹോട്ടലിൽ കയറി. വീണ്ടും പാട്ടുകളും ഡാൻസുകളുമായിട്ട് നമ്മൾ ബസ്സിൽ അടിച്ചു പൊളിച്ചു. അങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. പാട്ടുകളും കവിതകളും ഡാൻസുകളും നല്ലൊരു മൂഡായിരുന്നു. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ട്രിപ്പ് വിശേഷങ്ങളായിരുന്നു. നമ്മളിങ്ങനെ പാട്ട് പാടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാലേട്ടൻ മോളല്ലേടി, നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ എന്നുള്ള പാട്ടാണ് നമ്മൾ പാടുന്നത്. ഫ്രണ്ട്സെല്ലാം കൂടി പാടുന്നതാണ്. കണ്ടല്ലോ, ഇങ്ങനെ യാത്ര ചെയ്ത് നമ്മൾ ഒരു മത്സ്യത്തിൻ്റെ അവിടെ എത്തിച്ചേർന്നു. ഫിഷ് പാലസ്. അവിടെ നമ്മൾ അനേകായിരം മത്സ്യങ്ങൾ, കാണാത്ത രീതിയിലുള്ള ഒട്ടേറെ മത്സ്യങ്ങൾ അവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞു. ഒരുപാട് മത്സ്യങ്ങൾ നിങ്ങൾ ഇതിൽ കണ്ടല്ലോ.
ടൈമിലും മീൻ മോള് നോക്കുറോ ആ മീനിൻ്റെ അടുത്ത് നിന്നിട്ട് അവളോട് സംസാരിക്കുന്നുണ്ട്. മീൻ എല്ലാം അവൾ തന്നെ നോക്കുന്നുണ്ട്. നോക്കി സൂപ്പർ. ആ അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എങ്ങനെയുണ്ട്? വീഡിയോസൊക്കെ മീനുകളും എന്ത് ഭംഗിയല്ലേ. ഒത്തിരി സമയമായി നമ്മളിവിടെ മീനുകളെയും നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. എത്ര കണ്ടാലും മതി വരാത്ത മത്സ്യങ്ങളുടെ അടുത്ത് നിന്നിട്ട് പോകാനെന്നുള്ളത്. നോക്കി, ഇത് മുകളിൽ ഇങ്ങനെ റൗണ്ടാണ്, റൗണ്ട് മുകളിലേ കൂടിയിട്ടാണ് ഈ വെള്ളം ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്ത് രസമാണ്. ഓക്കെ, ഇതൊക്കെ മൈസൂരിലാണ് കേട്ടാ സംഭവങ്ങൾ. നക്ഷത്ര മീനുകൾ. ഇന്ന് പോവാനേ മനസ്സ് തോന്നില്ല കേട്ടാ. നോക്കിയേ, മുകളിലെല്ലാം നമ്മളെ തലയുടെ മുകളിലാണ് ഈ മീനൊക്കെ. യോ, എന്തെന്ന് ഇങ്ങനെ ഒരുപാട് മീനുകളെ കാണാൻ സാധിച്ചു. പൂമ്പാറ്റ മീനോ എന്തെന്നത്? എത്ര ആൾക്കാരാണ് നോക്കി, ഏതോല്ലോ സ്ഥലത്തുനിന്ന് വന്നിട്ട് മീനെ നോക്കി നിന്ന് സമയം പോകുന്നത് അറിയുന്നില്ല ഗൈസ്. വരാൻ മത്സ്യങ്ങളോ ഇതൊക്കെ എന്താണ് നിങ്ങൾക്കെല്ലാം അറിയുമായിരിക്കും അല്ലേ ഈ മീനുകളെ കുറിച്ചിട്ടൊക്കെ. നോക്കി ബാബോ, എത്ര വലിപ്പത്തിലാണ് ഒരു മീനുകളെ നോക്കി. എൻ്റെ അമ്മ, ചത്ത മത്സ്യം പോലെയാണ് കിടന്നിട്ടുള്ളത്.
ജീവനുള്ളതാട്ടോ ഇതൊക്കെ. എൻ്റെ അമ്മോ, അതിൻ്റെ മുഖം നോക്കി എന്തെന്ന് നമ്മളെ നോക്കുന്നത്. വാവ്. അപ്പോൾ മീനൊക്കെ കണ്ട് ഇങ്ങനെ വന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള സമയമായി ഗെയ്സ്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ മീനിൻ്റെ വിശേഷങ്ങൾ കഴിഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് ഒരു ക്ലാസ്സിൻ്റെ അകത്താണ് നമ്മൾ ഒച്ചത്തിൽ സംസാരിക്കുന്നത്. ഈ ക്ലാസ്സിനകത്ത് അപ്പുറം ഇപ്പുറം നിന്നാൽ ഇതുപോലെ കാണുന്നുണ്ട്. ഒച്ച ഭയങ്കര ഒച്ചയാണ്. ഇതൊരു ഗ്ലാസ്സിനകത്താണ് കയറിയത്. ഏതിൽ ഇറങ്ങുന്നത് ഏതിലേ പോകുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനത്തെ ഒരു ഇതായിരുന്നു ഇവിടെ. അയ്യോ, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മഞ്ഞ് സ്നോ പാലസിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഡ്രസ്സൊക്കെ കിട്ടി സ്നോ പാലസിൽ അകത്ത് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് നമുക്ക് ഈ ഡ്രസ്സും പിന്നെ സോക്സ് അതൊക്കെ ധരിച്ചിട്ട് നമ്മൾ ഗ്ലാസ് നമ്മൾ തന്നെയാണ് കേട്ടോ, അവിടെ നിന്ന് കിട്ടിയതല്ല. എല്ലാം ധരിച്ച് അതിനകത്ത് പോകുന്നതാണ്. എത്രയോ ഡിഗ്രി സെൽഷ്യസ് ആണ്, 13 ഡിഗ്രി എന്തോ സെൽഷ്യസാണ് അതിനകത്ത് തണുപ്പ്. എന്താവോ എന്തോ, ശ്വാസം കിട്ടുമോ അല്ല തണുപ്പ് കയറുമോ. ഞാനൊരു കയ്യുറ മാത്രമേ ധരിച്ചിട്ടു. മറ്റേ കയ്യുറ ധരിച്ചാൽ എനിക്ക് ഫോൺ വീഡിയോ എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു കയ്യുറയാണ് ധരിച്ചത്. ഷൂവിന് ചെറിയൊരു താഴെ ഒരു ചെറിയൊരു കീറിയിട്ടുണ്ട്. അപ്പോൾ അതിലെ കൂടി മഞ്ഞ് ഇതെല്ലാം വരുമോ എന്നറിയില്ല. തണുപ്പെല്ലാം മാറ്റിയില്ല, അതന്നെ ധരിച്ചു. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഡ്രസ്സ് ഇട്ടിട്ട് റെഡിയായി അകത്ത് കയറാൻ വേണ്ടിയിട്ട്. അകത്ത് കയറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ്. മെല്ലെ നടന്ന് അകത്തേക്ക് പോവുകയാണ്. കയറി ഗൈസ്. മഞ്ഞ്, എൻ്റെ അമ്മ, ഇതൊക്കെ മഞ്ഞാണ്. എന്ത് തണുപ്പ് ഇതിനകത്ത്, എൻ്റെ അമ്മ. വാവ്, ഇതിപ്പോൾ നമ്മൾ കാശ്മീരും അതുപോലത്തെ സ്ഥലത്തെല്ലാം പോയ മാതിരിയാണ്, പോയ ആ ഫീലാണ്. എന്തെന്ന് മഞ്ഞിൻ്റെ അകത്ത് പെൻഗിനുകൾ നിൽക്കുന്ന പോലെയാണ്. എന്തൊരു തണുപ്പ് എൻ്റെ അമ്മ. വാവ്, സൂപ്പർ കാഴ്ച. നമ്മളെ വായിൽ നിന്ന് ഇങ്ങനെ പുകയൊക്കെ വരുന്നുണ്ട്. എൻ്റെ അമ്മ, അവിടെ ഞാനും മോള് ഫ്രണ്ട്സ് എല്ലാവരും കൂടി കളിക്കുകയാണ്. അവൾ കളി കണ്ട. ഇപ്പം അത്ര തണുപ്പ് കയറിയിട്ടാൽ ഇനി കുറച്ച് കഴിയുമ്പോഴായിരിക്കും അവളുടെ അവസ്ഥ. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. നല്ല തണുപ്പാണ്. കണ്ടല്ലോ എത്ര ആൾക്കാരാണ് അവിടെ കുറേ സമയങ്ങളായിട്ട് ചിലവഴിക്കുന്നത്. തണുത്തിട്ട് നോക്കി, മഞ്ഞിൻ പ്രദേശം. ഞാൻ ആദ്യമായിട്ട് മഞ്ഞിനകത്ത് ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. നോക്കി, അതെല്ലാം മഞ്ഞ് കട്ടകളാണ്. നോക്കി, ഞാൻ എൻ്റെ ഒരു കൈക്ക് കയ്യുറയിടാത്തത് കൊണ്ട് അത് ഭയങ്കര തണുപ്പാണ്. കൈ അറിയാണ്ട് തൊട്ടുപോയാൽ തണുത്തിട്ട് ഒരു കൈക്ക് മാത്രമാണ്, ആ കൈ കൊണ്ട് മാത്രമാണ് ഞാൻ ആ മഞ്ഞ് വാരി എറിയുന്നത് കേട്ടാ. മറ്റു കൈ തണുത്തിങ്ങനെ മരം പോലെ ആവുന്നുണ്ട്. മരവിച്ച അവസ്ഥയാണ്. അപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ എങ്ങനെയായിരിക്കും സഹിക്കുക അല്ലേ. വാ, ഓക്കെ. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ പാട്ട്
എപ്പോഴും ഉണ്ടാകും. അതനുസരിച്ച് നമ്മൾ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കും. അവിടെ ഒരു ബൈക്കുണ്ട്, അതിൻ്റെ മുകളിൽ കയറി ഫോട്ടോഷൂട്ടൊക്കെ എടുത്തു എല്ലാവരും. അതൊക്കെ ഒരു അടിപൊളിയായിരുന്നു. എത്ര ആൾക്കാരാണ് കണ്ടല്ലോ. നിങ്ങളൊക്കെ അവിടെ പോകണം കേട്ടോ. അവിടെ പോയാൽ ഈ വീഡിയോ കാണുന്നവരുണ്ടാവും, കാണാത്തവരുണ്ടാവും. എന്നാലും മൈസൂരിൽ യാത്ര പോയാൽ അവിടെ തീർച്ചയായിട്ടും ഈ സ്നോ പാലസിൽ പോകണം. ഈ മഞ്ഞിൻ്റെ സുഖകരമായ ഇത് നമ്മൾ അനുഭവിക്കണം. നോക്കിയേ, തണുപ്പ് കൂട്ടുന്നതെന്നറിയില്ല. നോക്കിയേ, അയ്യോ എന്ത് തണുപ്പൻ്റെ അമ്മേ, സഹിക്കാൻ പറ്റുന്നില്ല കേട്ടാ. കണ്ടല്ലോ. ഞാനിതിൻ്റെ ഈ റൈഡുകൾ മുകളിൽ നിന്ന് താഴോട്ട് അതിൻ്റെ മുകളിൽ കയറിയിട്ട് ഇങ്ങനെ പോലാന്ന്. നല്ല കാഴ്ചകൾ. വാ, ഞങ്ങൾ കുറേ ഡാൻസൊക്കെ കളിച്ചു. എന്നാലും കൂടി ശരീരം ചൂട് ആവുന്നുണ്ടെങ്കിൽ ആവുമല്ലോ എന്ന് വെച്ചിട്ട് എൻ്റെ വലത് കൈയിലേക്ക് ആ ഉറ എങ്ങനെ ഇടും, പക്ഷെ ഇടാൻ പറ്റുന്നില്ല. തണുത്ത് മരവിച്ചു പോയി ഗേസ്. എത്ര സമയം അവിടെ ചിലവഴിച്ചു എന്നറിയില്ല. നമ്മ പുറത്തിറങ്ങുമ്പോഴേക്ക് തണുത്ത് മരവിച്ച് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അതെൻ്റെ കൈ ഞാനിങ്ങനെ കുടയുന്നുണ്ട്. എന്താ വെച്ചാൽ അത്രയും തണുപ്പാണ്. എൻ്റെ കൈ മരവിച്ച് പോയി, ഒരു വലുത് കൈ. അയ്യാ, കണ്ടല്ലോ. ഇവിടുത്തെ അവരെങ്ങനെയാണ് ഇത് ഇത്ര ഭംഗിയായി ഒരുക്കിയിരിക്കുന്നത് നോക്കിക്കോ. അമ്മ, തണുപ്പാകുന്നു. കണ്ടല്ലോ, തണുപ്പ് കണ്ടല്ലോ. കാലെല്ലാം തണുത്ത് മരവിച്ച് മരക്കട്ട പോലെയായി. എങ്ങനെയെങ്കിലും പുറത്തിറങ്ങിയാൽ മതി എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് എത്തി ഞങ്ങൾ. എൻ്റെ അമ്മോ, അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങുന്നേ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായി കാണാം ഗൈസ്. ബൈ.